ഒരു യമണ്ടൻ പ്രണയകഥ എന്നൊരു സിനിമ നിങ്ങൾ കണ്ടിട്ടില്ലേ? അവൻ ഒരു യമണ്ടൻ തന്നെ എന്നും യമണ്ടൻ കാറ്റ് എന്നുമൊക്കെയുള്ള പ്രയോഗങ്ങൾ നാം എല്ലാവരും പറയുകയും കേട്ടിട്ടുമൊക്കെ ഉണ്ട്. എന്താണ് ഈ യമണ്ടൻ? എങ്ങനെ ഈ പ്രയോഗം നമ്മുടെ ഇടയിൽ വന്നു? ഈ വാക്ക് കേൾക്കുന്ന മാത്രയിൽ തന്നെ അസാധാരണമായതെന്ന സൂചന നമുക്കെങ്ങനെ ഉണ്ടാകുന്നു? അവൻ വലിയ യമണ്ടനാണല്ലോ എന്ന് മലയാളിയും അവൻ യമണ്ടൻ ഡാ എന്ന് തമിഴിനും ഇന്നും സംസാരിക്കുമ്പോൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, ചരിത്രത്തിൻ്റെ ഏതോ ഒരു ഘട്ടത്തിൽ ആ പേര് നമ്മുടെ ജനതയ്ക്കുള്ളിൽ അത്രമേൽ ആഴത്തിൽ ഭീതിയും അത്ഭുതവും നിറച്ചിരുന്നു എന്ന് വേണം കരുതുവാൻ. വാക്കിനും ചരിത്രമുണ്ട്. ബാക്ക് സ്റ്റോറിയുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. യമണ്ടൻ എന്ന വാക്കിൻ്റെ വരവിനെപ്പറ്റി പറയുന്നതിന് തൊട്ടു മുമ്പ് ഒരു പടക്കപ്പലിൻ്റെ കഥ പറയാം. വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ തിരമാലകളെ വിറപ്പിച്ച ഒരു ജർമ്മൻ പടക്കപ്പലിൻ്റെ ചരിത്രമാണത്. ഒന്നാം ലോക മഹായുദ്ധ കാലത്ത് ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന് ഇന്ത്യൻ മണലിൽ ലഭിച്ച ഏറ്റവും വലിയ പ്രഹരമായിരുന്നു SMS യമണ്ടൻ എന്ന ജർമ്മൻ പടക്കപ്പൽ. ക്യാപ്റ്റൻ കാൾ വോൺ മുള്ളറുടെ നേതൃത്വത്തിലുള്ള ഈ കപ്പൽ സാധാരണ യുദ്ധക്കപ്പലായിരുന്നില്ല. പലപ്പോഴും അതൊരു മായാവിയെ പോലെയായിരുന്നു. യമണ്ടൻ്റെ തന്ത്രങ്ങൾ മറ്റ് കപ്പലുകളിൽ നിന്നും വ്യത്യസ്തമായിരുന്നു എന്നാണ് ചരിത്രരേഖകൾ പറയുന്നത്. ശത്രുക്കളെ കബളിപ്പിക്കാൻ യമണ്ടൻ എന്ന് പ്രയോഗിച്ചിരുന്ന തന്ത്രങ്ങൾ ഇന്നും യുദ്ധചരിത്രത്തിലെ വിസ്മയങ്ങളാണ്. ഒരു ഉദാഹരണം മാത്രം പറയാം. ബ്രിട്ടീഷ് പടക്കപ്പലുകളിൽ 4 പുകക്കുഴലുകളും ജർമ്മൻ നിരയിൽ 3 കുഴലുകളുമായിരുന്നു അക്കാലത്ത് സാധാരണയായി ഉണ്ടായിരുന്നത്. എന്നാൽ നമ്മുടെ യമണ്ടൻ ഇത് ഉപയോഗിച്ചുകൊണ്ട് ചില സൂത്രപ്പണികൾ ചെയ്യുവാൻ തുടങ്ങി. സാധാരണയായി 3 പുകക്കുഴലുകളുള്ള SMS യമണ്ടൻ ശത്രു കപ്പലുകളെ ദൂരെ നിന്ന് കാണുമ്പോൾ മരത്തടികളും തുണികളും ഉപയോഗിച്ച് ഒരു വ്യാജ 4ാമത്തെ കുഴൽ കൂടി വെച്ചുപിടിപ്പിക്കും. ദൂരെ നിന്ന് നോക്കുന്ന ബ്രിട്ടീഷുകാർക്ക് ഇത് തങ്ങളുടെ തന്നെ കപ്പലാണെന്ന് തോന്നുകയും ചെയ്യും. സ്വന്തം കപ്പലിനെ ആരും ആക്രമിക്കുകയില്ലല്ലോ. എന്നാൽ അടുത്തെത്തുമ്പോഴേക്കും ജർമ്മൻ പതാക ഉയർത്തി യമണ്ടൻ തൻ്റെ ആക്രമണം ശക്തമായി തുടങ്ങും. ഈ കൗശലം കാരണമാണ് കടലിലെ പ്രേതം എന്ന പേര് യമണ്ടന് അക്കാലത്ത് ലഭിച്ചത്. പലപ്പോഴും യുദ്ധങ്ങളിൽ ജർമ്മൻ മേൽക്കോയ്മ നിലനിർത്തുന്നതിന് യമണ്ടൻ്റെ ഈ തന്ത്രം ആദ്യഘട്ടങ്ങളിൽ ജർമ്മൻ നാവികസേനയെ ശക്തമായി സഹായിച്ചിട്ടുണ്ട്. ഒന്നാം ലോക മഹായുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയം 1914 സെപ്റ്റംബർ 22 രാത്രി സമയം. മദ്രാസ് നഗരം ശാന്തമായി ഉറങ്ങാൻ തുടങ്ങുകയായിരുന്നു. രാത്രി ഏകദേശം 9:20 മദ്രാസ് തീരത്തിന് 2.5 മൈൽ അടുത്തുവരെ ആരും അറിയാതെ യമണ്ടൻ എത്തിപ്പെട്ടു. ബ്രിട്ടീഷ് നിരീക്ഷണ നൗകകളെ എല്ലാം കബളിപ്പിച്ചുകൊണ്ടുള്ള അന്നത്തെ ആ നീക്കം കേവലം ഒരു സൈനിക നീക്കം എന്നതിലുപരി ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും കൃത്യതയുള്ള ഒരു നാവിക നീക്കമായിരുന്നു. മദ്രാസ് തുറമുഖത്തെ കൂറ്റൻ സെർച്ച് ലൈറ്റുകൾ അന്നും പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. ഈ വെളിച്ചം ഉപയോഗിച്ച് മദ്രാസിൻ്റെ ഭൂപടം മനസ്സിലാക്കി പീരങ്കികൾ അങ്ങോട്ട് തിരിക്കണമെന്ന് ക്യാപ്റ്റൻ മുള്ളർ കൃത്യമായി കണക്കുകൂട്ടി. മദ്രാസ് തുറമുഖത്ത് എത്തിയ യമണ്ടൻ സമയം പാഴാക്കാതെ ബ്രിട്ടീഷുകാരുടെ കൂറ്റൻ എണ്ണ സംഭരണികൾ ലക്ഷ്യമാക്കി തുടരെ ബോംബുകൾ വർഷിച്ചു. ആദ്യത്തെ വെടിയുണ്ടകൾ പതിച്ചത് മദ്രാസ് തുറമുഖത്തെ ബർമൻ ഓയിൽ കമ്പനിയുടെ കൂറ്റൻ എണ്ണ ടാങ്കറുകളിലായിരുന്നു. ഏകദേശം 130 റൗണ്ട് ബോംബുകളാണ് യമണ്ടൻ ആ സമയത്ത് വർഷിച്ചത്. പീരങ്കിയുണ്ടകൾ തുളച്ചു കയറിയതോടെ ലക്ഷക്കണക്കിന് ഗ്യാലൻ മണ്ണെണ്ണയും പെട്രോളും കടലിലേക്ക് ഒഴുകിപ്പരന്നു. നിമിഷങ്ങൾക്കുള്ളിൽ ആ പ്രദേശം മുഴുവൻ ഒരു വലിയ അഗ്നിഗോളമായി മാറി. ആകാശത്തോളം ഉയർന്ന തീജ്വാലകൾ 20 മൈൽ അകലെയുള്ള കാഞ്ചീപുരത്ത് നിന്ന് പോലും ആ സമയത്ത് കാണാമായിരുന്നു എന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. തുറമുഖത്തിന് സമീപമുണ്ടായിരുന്ന SMS ലൊവാറ്റ് എന്ന ബ്രിട്ടീഷ് കപ്പലും അന്ന് യമണ്ടൻ തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞു. മദ്രാസ് കോട്ടയിൽ നിന്നും ഉണ്ടായിരുന്ന ബ്രിട്ടീഷ് സൈന്യം തിരിച്ചു വെടിവെക്കാൻ ശ്രമിച്ചെങ്കിലും യമണ്ടൻ്റെ വേഗതയ്ക്കും കൃത്യതയ്ക്കും മുമ്പിൽ അവർ പരാജയപ്പെടുകയാണ് ഉണ്ടായത്. വെറും 30 മിനിറ്റിനുള്ളിൽ തൻ്റെ ദൗത്യം പൂർത്തിയാക്കി മദ്രാസ് നഗരത്തെ തീക്കടലാക്കി മാറ്റി യമണ്ടൻ ഇരുട്ടിലേക്ക് ഓടിമറഞ്ഞു. ആ ആക്രമണത്തിൻ്റെ ആഘാതം നഗരത്തിൽ വലിയ ഭീതി പരത്തി. പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴേക്കും മദ്രാസ് നഗരത്തിലെ ജനസംഖ്യയുടെ പകുതിയോളം പേർ നഗരം വിട്ട് ഗ്രാമങ്ങളിലേക്ക് പലായനം ചെയ്തു കഴിഞ്ഞു. ദക്ഷിണേന്ത്യയിലെ പ്രധാന റെയിൽവേ സ്റ്റേഷനുകളിൽ വലിയ തിരക്ക് അനുഭവപ്പെട്ടതും ആളുകൾ ചകിതരായി പരക്കം പായുന്നതും ചില പുസ്തകങ്ങളിൽ കാണാൻ സാധിക്കും. ഇന്നും മദ്രാസ് ഹൈക്കോടതിയുടെ പരിസരത്തും
കോട്ടയുടെ മതിലുകളും എംഡൻ്റെ പീരങ്കിയുണ്ടകൾ പതിച്ച അടയാളങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഈ യുദ്ധവീര്യത്തിന് പിന്നിൽ കാൾ വോൺ മുള്ളർ എന്ന ക്യാപ്റ്റൻ്റെ വ്യക്തിത്വവും ശ്രദ്ധേയമായിരുന്നു. ഒരു ശത്രുവാണെങ്കിൽ പോലും അദ്ദേഹം ഒരു മാന്യനായാണ് ബ്രിട്ടീഷുകാരുടെ ഇടയിൽ പോലും അറിയപ്പെട്ടിരുന്നത്. മുള്ളർ ബ്രിട്ടീഷ് ചരക്ക് കപ്പലുകൾ പിടിച്ചെടുക്കുന്ന ഘട്ടത്തിൽ അതിലെ ജീവനക്കാരെ കൊല്ലുന്നതിന് പകരം അവരെ സുരക്ഷിതമായി മറ്റൊരു കപ്പലിലേക്ക് മാറ്റിവിടുമായിരുന്നു. ആ കപ്പലിലെ സാധനങ്ങൾ എടുത്തതിന് ശേഷം മാത്രമേ കപ്പൽ മുക്കുകയുള്ളായിരുന്നു. ഇത് കാരണം ശത്രുക്കളായ ബ്രിട്ടീഷുകാർ പോലും അദ്ദേഹത്തെ എക്കാലവും ബഹുമാനിച്ചിരുന്നു. എങ്കിലും 1914 നവംബർ 9 കോക്കോസ് ദ്വീപിന് സമീപം നടന്ന കടുത്ത പോരാട്ടത്തിൽ ഓസ്ട്രേലിയൻ കപ്പലായ സിഡ്നി എംഡനെ തകർത്തു കളഞ്ഞു. കപ്പൽ മുങ്ങുമെന്ന് ഉറപ്പായപ്പോൾ തൻ്റെ ജീവനക്കാരുടെ ജീവൻ രക്ഷിക്കാൻ ക്യാപ്റ്റൻ മുള്ളർ കപ്പൽ മനഃപൂർവ്വം ഒരു പവിഴപ്പുറ്റിലേക്ക് ഇടിച്ചു കയറ്റുകയായിരുന്നു. കപ്പൽ തകർന്നെങ്കിലും ആ പേര് നൽകിയ പ്രഹരം ബ്രിട്ടീഷ് ചരിത്രത്തിൽ എന്നും ഒരു കറുത്ത പാടായി അവശേഷിച്ചു. ജർമ്മനിയിലെ ഒരു തുറമുഖ നഗരത്തിൻ്റെ പേരാണ് എംഡൻ എന്നത്. ഈ കപ്പലിനോടുള്ള ആദരസൂചകമായി പിന്നീട് വന്ന 5 ജർമ്മൻ യുദ്ധക്കപ്പലുകൾക്കും എംഡൻ എന്ന പേര് തന്നെയാണ് അവർ നൽകിയത്. ഈ സംഭവത്തിന് ശേഷമാണ് ദക്ഷിണേന്ത്യൻ ഭാഷകളിൽ ഈ പേര് ഒരു വിശേഷണമായി മാറിയത്. മലയാളത്തിൽ എംഡൻ എന്നാൽ അതിബുദ്ധിമാൻ എന്നും തന്ത്രശാലി എന്നും അർത്ഥം വന്നു. ആർക്കും പിടികൊടുക്കാത്ത ഒരാളെ നമ്മൾ ഇന്നും വലിയ യമണ്ടൻ എന്ന് വിളിക്കുന്നു. തമിഴിൽ ഈ വാക്ക് കുറച്ചുകൂടി ഗൗരവകരമായി മരണത്തിൻ്റെ ദേവനായ യമൻ എന്ന വാക്കുമായി ചേർത്ത് അവർ അതിനെ യമണ്ടൻ എന്ന് വിളിച്ചു. തമിഴ് സിനിമകളിൽ പോലും ഈ പേരിൻ്റെ സ്വാധീനം വലിയ രീതിയിൽ കാണാൻ സാധിക്കും. തമിഴിൽ അവൻ യമണ്ടണ്ട എന്ന് പറഞ്ഞാൽ അവൻ അജയ്യനാണ്, അതിശക്തനാണ് എന്നൊക്കെയാണ് അർത്ഥം. തെലുങ്കിലും കന്നഡയിലും ഇന്നും പ്രായമായവർ കുട്ടികളെ പേടിപ്പിക്കാൻ പോലും യമണ്ടൻ വരുന്നു എന്ന് പറയാറുണ്ട്. ഒന്നാം ലോക മഹായുദ്ധത്തിൽ ബ്രിട്ടൻ ജയിക്കുകയും ജർമ്മനി പരാജയപ്പെടുകയും ചെയ്തുവെങ്കിലും യമണ്ടൻ ബ്രിട്ടൻ ഉണ്ടാക്കിയ മുറിവ് ചെറുതായിരുന്നില്ല. സാമ്രാജ്യത്വ നിലപാടുകൾക്കെതിരെ ഉയരുന്ന ഓരോ ശബ്ദവും ചരിത്രം ഓർമ്മിച്ചു വയ്ക്കും എന്നതിൻ്റെ സൂചനയാണ് SMS യമണ്ടനും യമണ്ടൻ പ്രയോഗവും. നമ്മളിന്നും ഉപയോഗിക്കുന്ന ഓരോ യമണ്ടൻ വിളികളിലും ആ പഴയ പടക്കപ്പലിൻ്റെ ഗർജനവും അതിബുദ്ധിയും ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. ബ്രിട്ടീഷ് ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ വലിയ ആഘാതങ്ങൾക്ക് കാരണമായ ബ്രിട്ടീഷുകാർ നാണം കെട്ട് തല്ലുകുനിച്ചു നിന്ന ആ സംഭവത്തെ ദക്ഷിണേന്ത്യൻ ജനത ഏറ്റെടുത്തതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് SMS യമണ്ടനായി ഇന്നും നിലനിൽക്കുന്നതിൻ്റെ ചരിത്രം. ബ്രിട്ടീഷ് ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ വലിയ ആഘാതങ്ങൾക്ക് കാരണമായ ബ്രിട്ടീഷുകാർ നാണം കെട്ട് തലകുനിച്ച ആ സംഭവത്തെ ദക്ഷിണേന്ത്യൻ ജനത ഏറ്റെടുത്തതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് യമണ്ടൻ യമണ്ടനായി ഇന്നും നിലനിൽക്കുന്നതിൻ്റെ ചരിത്രം. അധിനിവേശങ്ങൾ ലോകമെമ്പാടും നടക്കുമ്പോൾ അതിനെതിരെ ഉയരുന്ന ഓരോ ശബ്ദവും ഒരു യമണ്ടൻ ഓർമ്മ തന്നെയാണ്.